ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കും എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം. കേരളത്തിലെ ആശാവർക്കർമാർക്കുള്ള കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തതാണ്. പണവിനിയോഗം സംബന്ധിച്ച കണക്കുകൾ കേരളം സമർപ്പിച്ചിട്ടില്ല എന്നും JP നദ്ദ രാജ്യസഭയിൽ വ്യക്തമാക്കി. The ASHA workers, all their activities which they are doing, in all those activities there has to be enhancement of the financial part, and which has the mission steering group has given the permission, and we will be going forward. That is the enrollment. As far as the Kerala government is concerned, I would like to enlighten the member that the government of India has given all its due. Please. No, not allowed. Please take your seats. We have given all its due. The utilization certificate has not come. The moment the please take your seat. No, आप सबकी बात रिकॉर्ड में to the ASHA workers and to the state of Kerala accordingly. But at this point of time, our share has been given to Kerala also the ASHA workers. Thank you. UDF വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവർക്ക് ന്യായമായ വേതനം നൽകുക. ആശമാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുക. സംസ്ഥാന സർക്കാർ നീതി പാലിക്കുക. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് രാഹുൽ ജി നാഥും വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. ആദ്യം ഡൽഹിയിൽ അനൂപ് ദാസിലേക്ക്. അനൂപ്, കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത് സംസ്ഥാനത്തിന് കുടിശ്ശികയടക്കം നൽകിയിരുന്നു എന്നാണ്. പക്ഷേ ധനവിനിയോഗം സംബന്ധിച്ച വിവരങ്ങളൊന്നും കേന്ദ്രത്തിന് ലഭ്യമാക്കിയിട്ടില്ല എന്നാണ്. വിശദാംശങ്ങൾ എന്താണ്? അതുപോലെ UDF പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എന്താണ്? മോത്തി, ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം P. സന്തോഷ് കുമാർ MP ആണ് ഇപ്പോൾ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത്. ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമോ? കേരള സർക്കാരിന് 100-ലധികം കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന ചോദ്യമായിരുന്നു P. സന്തോഷ് കുമാർ ചോദിച്ചത്. അതിന് JP നഡ്ഡ പറഞ്ഞ മറുപടിയിൽ അദ്ദേഹം വേതനം വർദ്ധിപ്പിക്കുമെന്ന് സ്പെസിഫിക്കായി കൃത്യമായി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് NHM ദേശീയ ആരോഗ്യ മിഷന്റെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ആശമാരുടെ പ്രവർത്തനം വിലയിരുത്തി എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട ഇടപെടലുകൾ ആശാ വർക്കർമാർ നടത്തുന്നു എന്ന ഒരു വിശകലനമാണ് യോഗത്തിലുണ്ടായത്. അപ്പോൾ തന്നെ ആശമാരുടെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകൾ വേണമെന്ന ആവശ്യമുയർന്നു. അതിനുവേണ്ട എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അതായത് വേതനം എത്ര വർദ്ധിപ്പിക്കുമെന്നോ എപ്പോൾ വർദ്ധിപ്പിക്കുമെന്നോ വേതനമാണോ വർദ്ധിപ്പിക്കുന്നത് എന്നോ കൃത്യമായി JP നഡ്ഡ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ധനസഹായം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ നൽകാനുള്ള കുടിശ്ശിക മുഴുവനായി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല കേരളം എന്ന മറുപടി കൂടി JP നഡ്ഡ പറഞ്ഞിട്ടുണ്ട്. 2023-24 കാലയളവിൽ കേന്ദ്രം NHM ഭാഗമായി ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിന് നൽകാനുള്ള തുക കുറച്ചധികം തടഞ്ഞു വെച്ചിരുന്നു. അതിന് കാരണം കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ കേരളം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്, ബ്രാൻഡിംഗ് ഉൾപ്പെടെ. എന്നാൽ പിന്നീട് ബ്രാൻഡിങ്ങിന് ഞങ്ങൾ അനുകൂലമാണ്, ഞങ്ങളത് നടപ്പിലാക്കാമെന്ന് കേരളം പറഞ്ഞുവെങ്കിലും അത് സാമ്പത്തിക വർഷം കഴിഞ്ഞതിനാൽ പണം റിലീസ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്രം അറിയിച്ചത്. ആ തുകയെക്കുറിച്ചാണ് കേരളം പറയുന്നത്. പക്ഷേ ആ തുകയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തുക നൽകാൻ കഴിയില്ല എന്ന് കേന്ദ്രം വിശദമാക്കുന്നു. എന്തായാലും ആശാ വർക്കർമാർക്ക് കേന്ദ്ര സഹായം കൂടുതലായി ലഭിക്കുമെന്ന് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും വേതനം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണോ പോകുന്നത് എന്ന് വ്യക്തമല്ല ഈ മറുപടി. ശരി അനൂപ്.